നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇനി ചെമ്പകമംഗലത്തുള്ള എല്ലാവരും ഒരുമിച്ച് ഇവളെ ചവിട്ടി പുറത്താക്കാനുള്ള സാഹചര്യം ഞാൻ ഒരുക്കും. അതിനുള്ള എല്ലാ തന്ത്രങ്ങളും ഞാൻ പയറ്റും. ഇനി നന്ദിനിയും കാർത്തിക്കും ഒരു നോക്ക് കാണില്ല ഇവിടെ. നിർത്തിയിരിക്കുന്ന ഈ ഗുണ്ടകളെയൊക്കെ കണ്ട് ഞാൻ പേടിക്കില്ല. ഇവിടെ എന്തൊക്കെ ഉണ്ടായാലും എന്റെ മീനാക്ഷിയും കുഞ്ഞിനെയും കൊണ്ടേ ഞാൻ പോവും. ഇത് എന്റെ വീടിന്റെ ഗേറ്റാ. ഇവിടെ നിന്ന് നീ എന്നെ വെല്ലുവിളിക്കരുത്. എന്റെ കൈയുടെ ചൂട് നീ അറിയും. പെട്ടെന്ന് ഇവിടുന്ന് പൊയ്ക്കോ. പാഴ്സലാക്കി ആരെങ്കിലും എടുത്തോണ്ട് പോകേണ്ട ഗതികേട് വരുത്തരുത്. നീ മീനാക്ഷി പുറത്തേക്ക് വിളിക്കണേ. ഇവിടെ നിന്ന ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ സംഭവിക്കും. ഇവന്മാരെ ചെല്ലും ചെലവും കൊടുത്ത് ഞാൻ ഇവിടെ നിർത്തിയിരിക്കുന്നതേ പുണ്യത്തിനൊന്നുമല്ല. നിന്റെ തടി കേടാവാതെ പോവാൻ നോക്കും. മോളെ, കുഞ്ഞ് ആ കിലുക്കാൻ പെട്ടിയിലെ മുത്തെടുത്ത് വിഴിഞ്ഞ്. അയ്യോ, എന്റെ കുഞ്ഞ്. ഇന്ദ്രജെ, നിനക്ക് എന്റെ കുഞ്ഞിനെയോ അവളുടെ മകളെയോ പൂട്ടിയിടാനാവില്ല. മീനാക്ഷിയും വൈകമോളെയൊക്കെ ഞാൻ പൂട്ടിയിടാറുണ്ട്. അതെ, എന്റെ ഹൃദയത്തിനുള്ളിലാ. ഇപ്പൊ ഞാൻ പോവാ. പക്ഷെ അത് നീ പറഞ്ഞതുപോലെ നീ ചെല്ലും ചെലവും കൊടുത്തു നിർത്തിയിരിക്കുന്ന പിള്ളേരെ കണ്ട് ഭയന്നിട്ടല്ല. അനാവശ്യമായി നിന്റെ വീടിന്റെ പടി ചവിട്ടണ്ടെന്ന് കരുതിയിട്ടാ. എന്റെ കുഞ്ഞും മോളും ഇവിടെ ഉണ്ടെന്ന് പൂർണ്ണമായിട്ട് ബോധ്യപ്പെട്ടാൽ ഒരിക്കൽ കൂടെ ഞാൻ ഇങ്ങോട്ടേക്ക് വരും. അന്നെന്നെ തടയാനാവില്ല. നിനക്കോ നീ തീറ്റി പൊറ്റുന്ന ഇവർക്കോ. നിന്റെ വീടിന്റെ പടി ഞാൻ ചവിട്ടും. എന്റെ കുട്ടികളെയും കൊണ്ട് ഞാൻ ഇവിടുന്ന് പോവുകയും ചെയ്യും. കാത്തിരുന്നോ നീ? വണ്ടി പിടിച്ചേട്ടാ. എന്റെ മോളെ, എന്റെ ദൈവമേ, എന്റെ കുഞ്ഞിനൊന്നും പറ്റില്ല. മോളെ, മോളെ എന്താ അടുത്ത് കഴിച്ച? അയ്യോ, മോളെ, എന്റെ മോളെ. എന്താ എന്താ പറ്റിയത്? വല്യമ്മേ, നമുക്ക് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ. എന്താ കാര്യം? എന്താ? കുഞ്ഞ് കളിപ്പാട്ടത്തിലെ മുത്തെടുത്ത് വിഴുങ്ങി. അയ്യോ, എന്റെ കുഞ്ഞിന് എന്തെങ്കിലും പറ്റിയ ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല. കൊണ്ടുപോ. എന്തായാലും നമുക്ക് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോ. വേഗം പോവാ. മാഡം, പേടിക്കണ്ട. കുഞ്ഞൊന്നും വിഴുങ്ങിട്ടില്ല. ദേ ഒരു മുത്ത് ഇവിടെ ഉണ്ട്. എന്റെ ദൈവമേ, എന്റെ കുഞ്ഞ്. ഒരു 2 മിനിറ്റ് കൊണ്ട് എത്ര തീയ തിന്നത് നമ്മള്. നീ ഞങ്ങളെ പേടിപ്പിച്ച് കളഞ്ഞല്ലോ ചക്കരെ. ഇങ്ങ് വാ. ഓ ഓ ഓ വാ. ഓ പോട്ടെ. ഓ ഓ ഓ പോട്ടെ പോട്ടെ പോട്ടെ. ഓ, ഇതാ മോളെ ഞാൻ പറയുന്നത്. നീ നിൽക്കേണ്ടത് നിന്നെ സ്നേഹിക്കുന്നവർക്കൊപ്പം. നീ കുഞ്ഞിനെ നോക്കുന്നുണ്ടായിരിക്കും. പക്ഷെ നിന്നെ നോക്കാൻ നല്ലൊരു അമ്മ വേണം. എനിക്ക് നല്ലൊരു അമ്മ ഉണ്ടല്ലോ വല്യമ്മ. എന്റെ ദൈവമാ. ഇന്ദ്രജെ, നിനക്ക് എന്റെ കുഞ്ഞിനെയോ അവളുടെ മകളെയോ പൂട്ടിയിടാനാവില്ല. മീനാക്ഷിയും വൈകമോളെയൊക്കെ ഞാൻ പൂട്ടിയിടാറുണ്ട്. അതെ, എന്റെ ഹൃദയത്തിനുള്ളിലാ. അല്ല, പുറത്ത് കുറച്ചു മുൻപ് ആരാ വന്നത് വല്യമ്മ? ഓ അതോ, എന്റെ പരിചയക്കാരിയായ ഒരു സ്ത്രീയായിരുന്നു. മോളിങ്ങ് വന്നേ.
പോട്ടെ കരയണ്ടാട്ടോ. വല്യമ്മേ ഞാൻ പോയിക്കോട്ടെ. അവിടെ അമ്മ എന്നെ കാണാതെ വിഷമിക്കുന്നുണ്ടാവും. അച്ഛന്റെ കിടപ്പ് കണ്ടിട്ടും നിനക്ക് പെട്ടെന്ന് പോകാനല്ലേ താല്പര്യം? അച്ഛൻ കണ്ണു തുറന്നു കഴിഞ്ഞ് നീ ഒന്ന് കണ്ടിട്ട് പോ മോളെ നിന്റെ മുത്തച്ഛന്. ഇനി ജീവനോടെ കാണാൻ പറ്റിയില്ലെങ്കിലോ? ദാ. മോളി വാ. താങ്ക് യു മോളി. ആ കിളിക്കാൻ പെട്ടിയുടെ ഐഡിയ അത്യുഗ്രൻ. അതങ്ങോട്ട് കലക്കി. എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം മാഡം? മീനാക്ഷിക്ക് ഇപ്പോഴും അവളുടെ ആ ദേവമ്മയോടാ കൂടുതൽ താല്പര്യം. അവളുടെ ഒരു ദേവമ്മ. അത് ഞാനിപ്പോ ശരിയാക്കി തരാം. ഒരു ചെമ്പകമംഗലം നശിച്ച തറവാട്. ഇവളെ ഏറെക്കുറെ അവിടുന്ന് പുറത്തായിരിക്കുക. ഇനി ചെമ്പകമംഗലത്തുള്ള എല്ലാവരും ഒരുമിച്ച് ഇവളെ ചവിട്ടി പുറത്താക്കാനുള്ള സാഹചര്യം ഞാൻ ഒരുക്കും. അതിനുള്ള എല്ലാ തന്ത്രങ്ങളും ഞാൻ പയറ്റും. ഇനി നന്ദിനിയും കാർത്തിക്കും ഒരു നോക്ക് കാണില്ല ഇവളെ. കൊടുക്കില്ല ഞാൻ ഇവളെ. മീനാക്ഷി എനിക്ക് വേണം. അവളെ ഇവിടെ നിർത്താൻ വേണ്ടി സ്നേഹം കൊണ്ട് മൂടും ഞാൻ അവളെ. മരിച്ചുപോയ എന്റെ മാധുരിയുടെ ആത്മാവ് മോക്ഷം കിട്ടാതെ ഈ പരിസരങ്ങളിൽ അലയുന്നുണ്ട്. എനിക്കെന്റെ അനുജത്തിയുടെ ആത്മാവിന് മോചനം കൊടുക്കണം. അതിന് മീനാക്ഷി ഇവിടെ വേണം, ഈ വീട്ടിൽ എന്നോടൊപ്പം, എന്റെ മാത്രം മകളായി. കാശ് അതെത്ര വേണമെങ്കിലും ഞാൻ ചെലവാക്കാം. അവളെ വേണോ എനിക്ക്? മോളി, അതിനു വേണ്ട എല്ലാ സഹായങ്ങളും എനിക്ക് ചെയ്തു തരണം. എന്താ, സഹായിക്കില്ലേ? അതിനെന്താ മാഡത്തിന് ഇത്ര സംശയം? ഞാൻ മാഡത്തിന്റെ ഒപ്പമുണ്ട്. അച്ഛനിങ്ങോട്ട് എങ്ങനെ വന്നോ? ഇല്ല. പിന്നെ അച്ഛനിത് എങ്ങോട്ട് പോയിരിക്കാ? അച്ഛനേതോ അമ്പലത്തിൽ പോയിരിക്കുകയാണെന്നല്ലേ സാവിത്രിയേച്ചി പറഞ്ഞത്? എടി, അച്ഛനെങ്ങനെ അമ്പലങ്ങളിലൊന്നും പ്രാർത്ഥിച്ചു നടക്കുന്ന ആളല്ലായിരുന്നല്ലോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.